മോളെ റസിയ, റസിയ. സാറേ, എന്തിനത്ര സാധനങ്ങൾ? ഇരിക്കട്ടെ, ഞാനല്ലേ കൊണ്ടുവരണത്, വിഷമിക്കണ്ട. അല്ല, അലിക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ? വേദന കുറവുണ്ടോ? ഇപ്പോഴും നല്ല വേദന ഉണ്ട്. രാത്രി ഒരു പോള കണ്ണടയ്ക്കാൻ പറ്റണില്ല, സംസാരിക്കാനും പറ്റണില്ല. ഇതിനൊക്കെ എന്ത് തെറ്റാണോ എൻ്റെ റബ്ബേ ഞാൻ ചെയ്തത്? കരയാതെ, ഈശ്വരൻ്റെ കണക്കുസ്തത്തിൽ എന്തെങ്കിലും കുത്തിക്കുറിച്ചിട്ടുണ്ടാവും. എല്ലാം ശരിയാവും. എന്ത് ശരിയാവാനാണ് സാറേ? ഈ കിടപ്പ് എത്ര നാളിങ്ങനെ കിടക്കും? ഒന്നും രണ്ടും പോണത് പോലും അറിയണില്ല. മരുന്നൊക്കെ മുടങ്ങാതെ കൊടുക്കുന്നില്ലേ? എന്തെങ്കിലും വാങ്ങണ്ടുണ്ടോ? അത് എത്രയെന്ന് വെച്ചിട്ടാ ഞാൻ സാറിനെ ബുദ്ധിമുട്ടിക്കുക? ആശുപത്രിയിലെ തന്നെ എല്ലാ കാര്യങ്ങളും സാറല്ലേ നോക്കണേ? ആയ കാലത്ത് ഇങ്ങേര് ഈ കുടുംബത്തിനൊന്നും ചെയ്തിട്ടില്ല. ഇനി അതോർത്ത് വിഷമിക്കണ്ട. മറ്റാർക്കും വേണ്ടിയല്ലല്ല, അലിയുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ. റസിയ, ബാപ്പാന്റെ മരുന്ന് ലിസ്റ്റ് എടുത്തേ. അല്ല, നീ ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? ഇല്ല. അതെന്താ പോവാഞ്ഞേ? ക്ലാസ്സില്ലേ? അത് കോളേജിൽ അടയ്ക്കാനുള്ള ഫീസ് അടച്ചിട്ടില്ല, അതുകൊണ്ട് പോണില്ല എന്ന് അവള് പറയണേ. ഇതൊക്കെ നിങ്ങൾക്ക് എന്നോട് പറഞ്ഞൂടെ? അവള് പഠിക്കട്ടെ, നീ പഠിച്ച് മിടിക്കായി നല്ല ജോലിയൊക്കെ നോക്കട്ടെ. അല്ല മോളെ? ഒരുപാട് പ്രാവശ്യമായി സാറിനെ കാണുന്നു. സാറിന്റെ വീട്ടിലെ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. എവിടെയാ സാറിന്റെ വീട്? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് സ്നേഹിക്കാൻ മാത്രം അറിയണ എൻ്റെ ദേവി, ഞങ്ങളുടെ 2 മക്കൾ. അവര് സുഖമായിട്ടിരിക്കുന്നു. അലിക്ക് അവരെ നന്നായിട്ട് അറിയാം. ഇനി വരുമ്പോ അവരെയും കൂട്ടിക്കൊണ്ടരണേ. ഒന്ന് കണ്ട് നന്ദി പറയാനാ. നന്ദിയോ? എന്തിനി? ഇങ്ങേരെ ഇതുപോലെയെങ്കിലും ജീവനോടെ കിട്ടിയത് സാറ് കാരണാ. അതിന്റെ നന്ദി എത്ര പറഞ്ഞാലും തീരൂല. അലിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അലി എൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ മനുഷ്യനെ സഹായിച്ചില്ലെങ്കിലേ പിന്നെ ഞാൻ വേറെ ആരെ സഹായിക്കാനാണ്? വിഷുവിന് അലി തന്ന കൈനീട്ടം അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല. പോട്ടടാ അലിയണ്ണ. ഉമ്മച്ചി പൈസ. ഉമ്മ കടയിൽ പോയിട്ട് വരാം. ഉപ്പാക്ക് ഭക്ഷണം എടുത്തു കൊടുക്കണേ. റസിയ, എന്താ അങ്കളെ? തരണേ. തരാ മോളെ. ചാട്ടി പിടിക്ക്, പിടിക്ക്, പിടിക്ക്. തരാ മോളെ. മോൾക്കുള്ളതല്ലേ നീ? തരും അങ്ങോട്ട് തരും. പിടിക്ക്. മോള് നിന്നെ പോലല്ല, നിന്റെ ഭാര്യ പോലെ
സുന്ദരി കുട്ടിയാ. കാര്യങ്ങളൊക്കെ ഭംഗിയായി. ഓട്ടടാ അലിയണ്ണ. രണ്ടെണ്ണം ഞാൻ വെച്ചു. പാത്തുമ്മ, റെജി, വേഗം വന്ന് നിസ്കരിക്കാൻ നോക്ക്. ഉമ്മച്ചി വന്ന ചീത്തയേക്കേ. എടാ നിസ്കരിക്കാൻ വാ. ബാക്കി അടുത്ത ആഴ്ച തരാം. അയ്യോ സോറി. സാറിനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി മലേഷ്യ വരെ ഒന്ന് പോകേണ്ടി വന്ന്, അതുകൊണ്ടാണ് വരാതിരുന്നത്. അല്ല, അലിക്ക് എങ്ങനെ ഉണ്ടിപ്പാ? അങ്ങനെ തന്നെ. തിരിച്ചും മറിച്ചും കിടത്തിയിട്ടും പുറമൊക്കെ പൊട്ടിത്തുടങ്ങി. ഇങ്ങനെ നരകയാതന അനുഭവിക്കുന്നതിലും നല്ലത് പടച്ചു തമ്പുരാൻ ഇതൊന്നും കാണുന്നില്ലേ? നിന്റെ സങ്കടം കണ്ട് എനിക്ക് സഹിക്കുന്നില്ല. സാറിരിക്കി, ഞാൻ ചായ എടുക്കാം. നിക്ക്, നിന്നെ കണ്ടാഗ്രഹമുണ്ട്. ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇത്ര നാൾ സഹായിച്ചത്. നിന്നെയും നിന്റെ മോളെയും കണ്ടിട്ട് തന്നെയുണ്ട്. സാറേ വീട്, ഞാൻ നിങ്ങളെ കൂടെ പലപ്പായിട്ട് കണ്ടിട്ടുള്ളൂ. സാറേ വീട്, വീട് ഇറങ്ങിപ്പോ. ആ അത് കൊള്ളാം. ഞാൻ വാടക കൊടുത്ത് ഞാൻ ചെലവിന് ഇറങ്ങി വീട്ടിൽ നിന്ന് എന്നോട് ഇറങ്ങി പോവാനല്ലേ ഞാൻ ഇറങ്ങി പോവാ. ഞാൻ ഇത്ര നാളെ മുടക്കിയ പണുണ്ടല്ലോ, അത് തിരികെ തന്നോ. ഞാൻ പോകാ. എന്താ തരാൻ പണുണ്ടാ? ഉണ്ടാ? ഞാൻ വിചാരിച്ചത് നടത്തിയട്ടെ. ഞാനിവിടെ നിന്ന് ഇറങ്ങും. സാറിന് ഞാൻ ഇങ്ങനെ ഒന്നുമല്ല കണ്ടത്. ഞാൻ എൻ്റെ ആങ്ങളെ പോലെ കണ്ടത്. വിട് സാറേ, വിട്. അലി, നിന്റെ സമയം തീർന്നടാ. നീ മതി. സുബൈദ എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കാനോ? സഹായിക്കാനാണെന്ന് പറഞ്ഞു വന്നിട്ട് എന്നെ എന്റെ കുടുംബത്തെ നശിപ്പിക്കാനാണല്ലേ നിങ്ങൾ ശ്രമിക്കണത്? ഒരു മനുഷ്യന് എങ്ങനെ എത്ര ക്രൂരനാവാൻ പറ്റുക? എന്റെ കുടുംബം ഇല്ലാണ്ടാക്കിയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? കുടുംബം ഇല്ലാതാക്കിയെന്നോ? എന്റെ മക്കള്, എന്റെ ദേവി, എന്റെ കുടുംബം. പൂഞ്ചോലയിൽ ചാഞ്ചാടും പൂന്തോണി തുഴയുമ്പോൾ ഞാനനു പല്ലവിയായിടാ. മാനത്ത് മഴവില്ല് കാണുമ്പോൾ ഒരു നുള്ള് കുങ്കുമം ചാലിച്ച് ചാർത്തിടാ. ഹൃദയത്തിൽ മധുമന്ത്ര തിരതല്ലും നേരത്ത് അലയലയായി തീര
പൂക്കാലമഞ്ഞിൽ ജാലകവാതിൽ വിരിയുന്നു മെല്ലെ തുറക്കേ. പതിവായി പുതുനാമ്പിൽ ഹിമകണമായുതിരുമ്പോൾ ഇന്നെന്റെ പൂമരം പൂത്തുവോ? തേനുണ്ണും ശലഭങ്ങൾ പാറിപ്പറക്കുമ്പോൾ നിന്മനം കാറ്റിലുലഞ്ഞുവോ? അരളമാം നിന്മേനി ഇളവയിൽ പുൽകുമ്പോൾ കവിളിണയിൽ നാണം തുളുമ്പിയോ? പൂക്കാലമഞ്ഞിൽ ജാലകവാതിൽ വിരിയുന്നു മെല്ലെ തുറക്കേ. കിളികളെ പുൽക്കൊടികളെ എൻ പ്രണയാർദ്രമൊഴി കേൾക്കുമോ? പുഴകളെ തിരകളെ വിരഹനൊമ്പര കഥ ചൊല്ലുമോ? എന്തു പണിയായി കാണിക്കുന്ന ദാസേട്ടാ? ഇന്നൊരു നല്ല ദിവസമായിട്ട് ബിസിനസ് ഒന്നും പറഞ്ഞു പോയിരിക്കുക. എത്ര ദിവസം മുന്നേ ഞാൻ പറഞ്ഞതാ ഈ ദിവസം വീട്ടിൽ തന്നെ ഉണ്ടാവണമെന്ന്. നിങ്ങളുടെ മക്കളെ ഇതുവരെ പച്ചവെള്ളം കുടിച്ചിട്ടില്ല. അച്ഛൻ വന്നിട്ട് എന്തെങ്കിലും കഴിക്കൂന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. നിങ്ങൾ ഏത് സമയം ജോലിന്ന് പറഞ്ഞ് നടന്നോ? ഭാര്യയും പിള്ളേരുണ്ടെന്നുള്ള വല്ല വിചാരമുണ്ടോ നിങ്ങൾക്ക്? നിനക്കറിഞ്ഞൂടെ എന്റെ കാര്യങ്ങളൊക്കെ? ഞാൻ കുറെ ശ്രമിച്ചതാ. ഇന്ന് തന്നെ ഡീല് ചെയ്തില്ലെങ്കിലേ കോടികളെ നഷ്ടമാ. വിദേശികൾക്കറിയോ നമ്മുടെ തിരക്കും കാര്യങ്ങളൊക്കെ? ഞാൻ എത്ര കഷ്ടപ്പെട്ടാന്നറിയോ ഇപ്പൊ തന്നെ എത്താൻ പറ്റിയത്? എവിടെ എത്തി? 15 മിനിറ്റ് കൊണ്ട് എത്തും. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് ഡി. 15 മിനിറ്റ്? എനിക്കറിഞ്ഞൂടെ നിങ്ങളെ? 1 മണിക്കൂർ കഴിയാണ്ട് ഇവിടെ എത്തില്ല. വിദേശികൾക്ക് അറിയില്ലല്ലോ വിഷു ആണോ ഓണാണോ എന്നുള്ളത്. നമ്മുടെ ആഘോഷങ്ങൾ നമുക്കല്ലേ അറിയൂ. ഇപ്പൊ എത്തും, പ്ലീസ്. 15 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ എത്തിയോ? ദേ മക്കളെ, അച്ഛൻ വന്നു. ആരാ നിങ്ങളൊക്കെ? ആരാ അവര്? ദേവി ആരാ? അവർക്ക് എന്താ വേണ്ടത്? ദേവി നിങ്ങളൊക്കെ ആരാ? ഞാനോ? ഞാൻ അലി. ഇവരൊക്കെ അലിയണ്ണാന്ന് വിളിക്കും. എവിടെ നിന്റെ ഭർത്താവ്? ദാസേട്ട ഇവിടെ ഇല്ല. നിങ്ങൾ ഇറങ്ങിപ്പോ. ഹലോ, അവർക്ക് എന്താ വേണ്ടത്? അങ്ങനെ ഇറങ്ങിപ്പോകാൻ വന്നതല്ലടി ഞങ്ങള്. നിന്റെ ഭർത്താവിനെ തീർക്കാൻ തന്നെ വന്നതാ. അവർക്ക് എന്താ വേണ്ടത്? നിന്റെ കൊച്ചിനും സ്കൂളിലെ കുറച്ച് കുട്ടികൾക്കും കുറച്ച് മരുന്ന് ഞങ്ങൾ കൊടുത്തതിന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കണം. അവനെ തല്ലിച്ചതും പോരാ, അവരെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. മാന്യന്മാർക്ക് ഇവിടെ സമാധാനത്തോടെ കുറച്ച് കഞ്ചാവും ഡ്രഗ്സൊക്കെ വിൽക്കണ്ടേ? ദേവി അതിനൊന്നും പറ്റില്ല എന്ന് വെച്ചാ എന്താ ചെയ്യാ? നിന്റെ ഭർത്താവ് നാട് നന്നാക്കാൻ നടക്കുന്നു. കുറെ ഞാൻ ക്ഷമിച്ചു. അപ്പവൻ തലേ കയറി കൊത്തി. ഇനി അവനെ ഈ അലി ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. നിന്റെ കെട്ടോ ഇല്ലാത്ത സ്ഥിതിക്ക് നിന്നോടൽപ്പം കുശലം പറയാം. എന്താടാ പിള്ളേരെ?
പോ, ഞാൻ പോലീസിനെ വിളിക്കും. നീ പോലീസിനെയോ പട്ടാളത്തിനെയോ ആരോ വേണമെങ്കിലും വിളിച്ചോ. അല്ലേ അലിയണ്ണ? ഒന്നിനെ വിടില്ല അണ്ണ. അവള് ചത്തണ്ണ. അണ്ണാ ഇവിടും ചത്തല്ല. ചത്തെങ്കിലും പെണ്ണല്ലടാ. വാടാ പിള്ളേരെ.
ഇവൻ അത്ര പെട്ടെന്ന് മരിക്കരുത്. മരണത്തെക്കാൾ വലിയ വേദന ഇവൻ അനുഭവിക്കണം. ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുത്ത വാക്കാണ്. മരണം ജീവിതത്തിൽ നിന്നുള്ള രക്ഷപ്പെടാൻ എനിക്ക് തോന്നി. ഇതിലും വലിയൊരു ശിക്ഷ കിട്ടാണ്ട് ഇനി അവന്. അലിനില്ലാണ്ടാക്കാൻ കൊട്ടേഷൻ കൊടുത്തതും ഞാൻ തന്നെയാണ്. മോള് പോ. ഉമ്മച്ചി, ഉമ്മ അയാളൊരു കണക്ക് തീർക്കാൻ വന്നതാ. വാപ്പി, Jackie, come on!